പണം കൊണ്ടുള്ള കളിയാണ്. ഒറ്റ നിമിഷം കൊണ്ട് മില്യൻസ് വരിക, അത് ബില്യൻസുമാകാം. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്നത് എന്ന് യു ഷുഡ് ആസ്ക് യുവർസെൽഫ്. I have had more failures than success. There's no doubt about it. ട്രേഡിംഗ് കമ്പനി തുടങ്ങി 4 വർഷത്തിൽ ദുബായിൽ ഏറ്റവും വലിയ ബൂമാണ് നടന്നത്. 0 റവന്യൂ വെച്ച് തുടങ്ങി 4 വർഷത്തിൽ അത് 250 മില്യൺ ദിറംസിൻ്റെ പ്രോഫിറ്റിൽ കലാശിക്കുകയാണ്. കേരളത്തിൽ അഭിമാനമായ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശം വരെ സ്വീകരിക്കാൻ ഒരുപക്ഷെ രാജ്യം തയ്യാറാകാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുള്ളതാണ്. എന്നാൽ ആളുകളൊക്കെ അതിനെ അന്ധമായി പറയാറുണ്ട്. സ്റ്റോക്ക് വലിയ റിസ്ക് ആണ്, പലരും തകർന്നു പോയി. ഇങ്ങനെയുള്ള എക്സാമ്പിളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പമുള്ള വളരെ സമർത്ഥനായ ഒരു ഡൈനാമിക് ലീഡറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. സർ, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. താങ്ക് യു. അങ്ങേക്ക് കൊണ്ട് സ്പെഷ്യൽ കോഫിയാണ്, കടുപ്പം കൂടുതലാണ്. അങ്ങ് കുറച്ച് സ്ട്രോങ് ഒരാളായതുകൊണ്ട് ഇച്ചിരി ലിബറലായിട്ട് പോകാൻ പറ്റുന്നില്ല. നല്ല കുരുത്തക്കേടിന് ഉടമയായിരുന്നു അങ്ങ്, പക്ഷെ അങ്ങ് വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഇന്നിരിക്കുന്ന കസേര എന്ന് പറയുന്നത് നല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചലഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വേദിയിലാണ് അങ്ങിരിക്കുന്നത്. പണം കൊണ്ടുള്ള കളിയാണ്. ഒറ്റ നിമിഷം കൊണ്ട് മില്യൻസ് വരിക, അത് ബില്യൻസുമാകാം. എന്നാൽ ചരിത്രത്തിലൊരു ചെറുപ്പക്കാരൻ ഏറ്റവും വലിയ ആളുകൾ നോക്കിക്കാണുന്ന നാഷണലിസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അതിലെ വ്യക്തിഗത ഏറ്റവും കൂടുതൽ ഷെയറുള്ള ഒരു മലയാളി ഇന്ത്യക്കാരൻ. അതിശയമാണ് എനിക്കത്. അൺബിലീവബിൾ. എന്താണ് അങ്ങ് പഠിച്ച പാഠം? എന്താണ് അങ്ങയുടെ നാട്ടിലുള്ള തലമുറയോട് പറയാൻ, ചെറുപ്പക്കാരോട് പറയാൻ? എന്താണ് അവരുടെ ഡ്രോബാക്സ് പറയാൻ ഞാൻ അർഹനല്ല, കാരണം എനിക്ക് തന്നെ കുറേ ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏത് വേദിയിലും നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഐ ബിലീവ് ദറ്റ് ദ ഫസ്റ്റ് ആസ്പെക്ട് ഇസ് അവർ ഇൻറ്റൻറ്റ്. ആ ഇൻറ്റൻഷൻ, ആ പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ is something that one should denote and devote time for. അതായത് കുറേ അധികം ആലോചിക്കണം, കാരണം അതാണ് സ്റ്റാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആസ് എ കരിയർ, or if I would like to start a business, any business, the first question that I should ask myself is why. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്നത് എന്ന് യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്. ആൻഡ് ബിലീവ് യു മീ, ദ ആൻസർ വിൽ നോട്ട് ബി ഈസി. കുറേ ആൾക്കാർ ആ ക്വസ്റ്റ്യൻ ചോദിക്കാതെയാണ് ബിസിനസ്സിൽ കയറുന്നത്. ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല. വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും, അവരെ ചലിപ്പിക്കും, അവരത് കുതിപ്പിക്കും. Yesterday I was talking with some lawyers here, okay? ഇവിടെയുള്ള 10 മലയാളികളോ? മലയാളി എല്ലാവരും ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, ഒരാൾ ഒരു ബിസിനസ് എന്താ പൈസ ഉണ്ടാക്കണം, കാറ് മേടിക്കണം, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നാട്ടിൽ വരിക, പിന്നെ മറ്റുള്ള മുമ്പ് എനിക്ക് നല്ല വലിയ ഇതുണ്ട്, ഇങ്ങനെ കാണിക്കണമെന്നുള്ളതല്ലാതെ ഇവൻ ആ ബിസിനസ്സിനെ ഒരു നമ്മൾ പറയത്തില്ലേ, നീ ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു വാഴ നടാതെ ഒരു തെങ്ങ് നട്ടാൽ അത് ധാരാളം കാലാകാലങ്ങളായിട്ട് നിൽക്കും. പക്ഷെ ആളുകളുടെ വിഷൻ കുറഞ്ഞു പോകുന്നതാണോ? കറക്റ്റ്. എന്താണ് ഒരു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ അങ്ങൊരു വ്യവസായി പോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ അങ്ങ് അതിനകത്താണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്കില്ലാത്തത്? എത്രയോ ആളുകളെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക്
ആ വിഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? അത് ഇൻബോൺ അകത്തുണ്ടാവണം. പക്ഷെ ആ അകത്ത് ഒരു സ്പാർക്ക് ആയിരിക്കാം അത് നമുക്കൊരു ഫയർ ആക്കാം, നമ്മളെ കത്തിക്കുന്നത്. എക്സാക്ട്ലി, ദാറ്റ്സ് ഗുഡ് പോയിന്റ്. യാ. സോ അതെങ്ങനെ ചെയ്യും? വെരി സിമ്പിൾ ഒരു ഐഡിയോളജിയാണ് എൻ്റെ. മേ ബി ഐ ക്യാൻ ട്രൈ ടു എക്സ്പ്ലെയിൻ. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അത് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ഹൗ ലാർജ് is the sphere of influence going to be with your actions? അതായത് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ പോവാണ്, എന്തൊക്കെയാണ് നിങ്ങൾ എഫക്ട് ചെയ്യാൻ പോകുന്നത്, ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് നിങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ഈ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വൺസ് യു സ്റ്റാർട്ട് മെഷറിംഗ് യുവർ സക്സസ് ഇൻ ദാറ്റ്. പക്ഷെ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അങ്ങ് കോടികളുടെ അല്ലെങ്കിൽ മില്യൺസിന്റെ കളികൾ കാര്യം ചെയ്യുമ്പോഴും അതിനിടയ്ക്കൊക്കെ മിഡിൽ ചില പരാജയങ്ങളും വന്നിട്ടുണ്ടാവും. ആ പരാജയങ്ങളൊന്നും ആരും കാണുന്നില്ല, പക്ഷെ അത് വിജയിച്ചത് മാത്രമേ കാണുന്നുള്ളൂ. കറക്റ്റ്. അവൻ പരാജയപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ നല്ലതായിരിക്കും. ഓരോ ഒരു വലിയ ഹ്യൂജ് നഷ്ടം വന്ന ഓരോ ദിവസവും പരാജയം നേടുന്ന ഒരു ഒരു സ്ഥിതിയിൽ അങ്ങനെ ഒന്ന് ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഐ വുഡ് തിങ്ക് ദാറ്റ് I can make the statement freely. I have had more failures than success. There's no doubt about it. വലിയ ഹ്യൂജ് എമൗണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു നഷ്ടത്തെ പറ്റി ഒരു എക്സാമ്പിൾ പറയാം. ഒരു പക്ഷേ ഫെഡപ്പ് ആയി പോയ. I think there was a hotel project very early on. അതായത് ബുദ്ധി ഉറയ്ക്കുന്ന ആ ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മള് ഈ എവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് ഭാഗ്യത്തിന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം പക്ഷെ starting of the evolution is always quite dicey. So I think the first 5 years of my life was amazing. കാരണം ഞാൻ ഒരു കമ്പനി, ട്രേഡിംഗ് കമ്പനി തുടങ്ങി 4 വർഷത്തിൽ ദുബായിൽ ഏറ്റവും വലിയ ബൂമാണ് നടന്നത്. അപ്പോൾ സ്വാഭാവികം ഞാൻ എന്ത് തൊട്ടാലും സ്വർണമാകും എന്നൊരു ധാരണ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതായിരിക്കാം. അപ്പോ പക്ഷെ അതുപോലെ ക്യാപിറ്റലും കയ്യിലുണ്ടെന്ന് കൂട്ടിക്കണം, അതിന്റെ ഒരു സ്ട്രെങ്തും കാണും. അല്ല, സോ അത് ഈ സ്ഥലത്ത്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ ബ്ലെസ്സിങ് ടു ബി ഇൻ ദുബായ് അറ്റ് ദാറ്റ് ടൈം, അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ആ 4-5 വർഷം ദുബായിയുടെ ആ ഒരു തീപ്പൊരി, ഒരു എന്താ പറയുക, ഒരു മുന്നേറുന്ന ആ ഒരു കാലഘട്ടം. സോ ഫ്രം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ 0 വെച്ച് തുടങ്ങി, മീൻസ് 0 റവന്യൂ വെച്ച് തുടങ്ങി. ഐ ഹാഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്യാപിറ്റൽ. 0 റവന്യൂ വെച്ച് തുടങ്ങി 4 വർഷത്തിൽ അത് 250 million dirhamsന്റെ പ്രോഫിറ്റിൽ കലാശിക്കുക. അതായത് ഇമാജിൻ ഹൗ മച്ച് around 250 million income. അതായിരുന്നു ഈ സ്ഥലം. Unbelievable. I agree with you. And what was even more unbelievable was the crash, which happened within 2 weeks. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അതായത് ഒരാള് മില്യണയർ ആയിട്ട് ഉറങ്ങുന്നു, എണീക്കുമ്പോൾ ഒന്നുമില്ല. സോ അങ്ങനത്തെ സ്റ്റോക്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ഏത് സമയത്തും നമുക്ക് ഒരു കമ്പനിയൊക്കെ പെട്ടെന്നായിരിക്കും. കറക്റ്റ്. സോ ഇത് എല്ലാത്തിലും ജീവിതത്തിലും അല്ലേ. സോ ആ ഒരു ഐ തിങ്ക് മൈ ബിഗ്ഗസ്റ്റ് uncertainty, anxiety, tension, which year and loss was probably that. If you don't mind, can you just tell that amount, how much you lost that? It will be difficult for me to say that. I'll tell you why. കാരണം അതൊരു എലാസ്റ്റിക് ലോസ് ആയിരുന്നു. ഇത് വാട്ട് ഐ ഹാഡ്, see, I was always an investor, കേട്ടോ. ഈ ട്രേഡിംഗ് കമ്പനി തുടങ്ങുന്നതും at some point in time to get the capital to buy stakes in good quality companies. അതായിരുന്നു എൻ്റെ എയിം. അപ്പോൾ ഇവിടെ
ഒരു ടെമ്പററി ഷോർട്ട് ടേം മീഡിയം ടേം സ്ട്രാറ്റജി ആയിരുന്നു ടു സ്റ്റാർട്ട് ദ കമ്പനി. ആൻഡ് ദൈവം സഹായിച്ച് ചില ഡിസിഷൻസ് ഐ ടുക്ക് വിച്ച് ലെസൻ ദി ഇഫക്റ്റ് ഓഫ് ദി കൊളാപ്സ്. അതായത് 2008 ലോകം മുഴുവൻ കൊളാപ്സ് ആയ 2008 to 2000 ബാഡ് ടൈം. അതെ, അതെ. സോ ആ ടൈമിൽ നമ്മളധികം അഫക്റ്റ് ചെയ്യാത്ത ഒരു ഇതായിരുന്നു. ബട്ട് സ്റ്റിൽ വി ലോസ്റ്റ് എ ലോട്ട്. ഐ തിങ്ക് ഔട്ട് ഓഫ് ദി I think we probably lost around 40 to 50 million dirhams. പക്ഷെ അത് നോഷണൽ ലോസാ. മാർക്കറ്റിൽ അതായത് നമ്മൾ we sold material and we didn't get that back. Or we didn't get that back on time. We took time. മറ്റേ കോർട്ട് കേസും മറ്റേതും ഐ തിങ്ക് ഒരു 3-4 വർഷത്തിൽ കിട്ടി. So that's why I'm saying it's പക്ഷെ what saved us was the fact that I had started thinking of an alternate parallel investing career even during that time. അപ്പോൾ നമുക്ക് ആ ഒരു ബഫർ എപ്പോഴും ഉണ്ടായിരുന്നു. സോ മേ ബി എ ലെസൺ, ഒരു സബ് കോൺഷ്യസ് ലെസൺ ആണ്, ഞാൻ അറിഞ്ഞു ചെയ്തതല്ല ഇത്. കാരണം nobody could have predicted that collapse. അല്ലേ? But I think what an aspiring entrepreneur or a businessman can think of is you plan for good times, you plan for bad times, but you should also plan for stagnancy. ഇത് ഒരു എക്സാമ്പിൾ കൂടിയാണ്. 2008-2010 ലോകം കണ്ട വലിയ ട്രാജഡി, അതായത് വൻ മരങ്ങൾ കടപുഴുകി വീണ വർഷങ്ങളായിരുന്നു. നമുക്കറിയാം ലോകത്തെമ്പാടും. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ദുബൈയാണ്. ദുബൈ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹബ്ബാണത്. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് 42,000 അല്ലേ മില്യൺസ് 42 million. 42 million. അദ്ദേഹം നമുക്ക് ആ സമയങ്ങളൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുനോ വി ക്യാൻ ഇമാജിൻ ഒരു യങ് ഗായ് ആൻഡ് യുനോ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്നു. അത് അതിൻ്റെ ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ ഒരു 5 ഇരട്ടി വരുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഇതൊക്കെ പാടെ തകരുകയാണ്. എങ്കിലും ഈ തകർച്ചയുടെ പിന്നിലും വീണ്ടും ജയം നമുക്കുണ്ട്. ഒരുപക്ഷെ യങ്സ്റ്റേഴ്സ്, ഇന്നത്തെ ഈ കോഫി വിത്ത് ലൂക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും വാല്യുബിൾ ടൈമാണ്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം ആർ യു സ്റ്റാൻഡിങ് ഫോർ യുവർ കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. പക്ഷേ ആ ലൈഫിനെ നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചയാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ആകാശത്തോടെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വിഷൻ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ ധാരാളം വഴികൾ തുറന്നു വരുന്നത്, ധാരാളം ബന്ധങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ കാണുന്ന ലോകത്തെമ്പാടുമുള്ള ആൾ, ചെറുപ്പക്കാർ, ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടവരല്ല. ഇനി നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾ ഒന്നും വന്നപ്പോൾ കൊണ്ടുവന്നതല്ല, എല്ലാം ഈശ്വരൻ നിങ്ങളുടെ കയ്യിൽ തന്നെങ്കിലും ഇനിയും നിങ്ങൾ തോറ്റുകിടക്കുകയല്ല, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇത് അദ്ദേഹത്തെ ഞാൻ ഓണസ്റ്റ്ലി ആസ് മൈ ബ്രദർ, ഇവരെ എന്താ പറയുക, നമ്മുടെ ഒരു ഇത്രയും പവർഫുള്ളായി, വളരെ സിമ്പിളായി, അങ്ങയുടെ ഒരു തന്മയത്വം നിറഞ്ഞ ലാളിത്യം നിറഞ്ഞ സ്വഭാവം. രണ്ടാമത്തത് ഇൻബിൽട്ടായിട്ടുള്ള, നമ്മളെപ്പോഴും ഡയമണ്ട് എന്ന് പറയുന്നത് ആ ഡയമണ്ടിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അല്ലേ, അതിൻ്റെ കട്ടിങ്ങും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതെനിക്ക് തോന്നുന്നു വലിയ ബിസിനസ്സുകാർ അങ്ങേ നോക്കുന്നുണ്ട്. അങ്ങയുടെ ബിസിനസ് വിജയം കണ്ട് ഞാൻ 3-4 പേരോട് ചോദിച്ചു, എന്താണ് വാട്ട് അബൌട്ട് യുവർ സജഷൻ ചോദിച്ചു. പറഞ്ഞത് ഈസ് എ വളരെ വൈബ്രൻ്റ് ആയിട്ട് ഡൈനാമിക് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ലൂക്ക്, യു മസ്റ്റ് അത് ഇൻ്റർവ്യൂ ചെയ്യണമെന്നോട് പറഞ്ഞു. എന്നെ റെക്കമെൻഡ് ചെയ്ത ആളുകളൊക്കെ അങ്ങേക്ക് അറിയാം. അപ്പം ആകട്ടെ, ഈ ടോക്ക് ഇവിടെ നിൽക്കുകയല്ല. ഒരു പക്ഷേ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ചിലത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ആ കയ്യിൽ വരുന്നതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, ചിലപ്പം പരാജയങ്ങൾ വരും. കൊച്ചു കുരുത്തക്കേടുകളൊന്നും ഇല്ലാത്ത ആരും വിജയിക്കത്തില്ല. കുറച്ച് കുരുത്തക്കേടുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കണം. അത് അസൂയയുടെയും പകയുടെയും തകർക്കുന്ന ഒന്നുമല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നാൽ എനിക്ക് കൂടി ഒരു പോസിറ്റീവ് എനർജി ഇത്രയും നാളത്തെ ഇൻ്റർവ്യൂ നടത്തിയ ചെറുപ്പക്കാരിൽ വെച്ച് വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ആ വിഷൻ അത് വളരെ സ്പെസിഫിക്കായിട്ട് അദ്ദേഹം പറഞ്ഞു അവതരിപ്പിച്ചു. വളരെ നന്ദി. അങ്ങയുടെ വിലപ്പെട്ട ടൈമും എനിക്കറിയാം ഈ ഓരോ മിനിറ്റും ലക്ഷങ്ങളുടെ കണക്കുകളാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു നല്ല കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും, 2 നമ്മുടെ നാടിൻ്റെ പേര് അഭിമാനമായി ഈ രാജ്യത്ത് നിർത്തുന്നതിൽ അങ്ങ് വഹിക്കുന്ന പങ്കിനെ ഞങ്ങൾ വളരെ ശ്ലാഘിക്കുന്നു. എല്ലാവിധമായ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു കോഫി വിത്ത് ലൂക്കിൻ്റെ.